ഹായ് ഫ്രണ്ട്സ്, മാർക്കറ്റ് അപ്ഡേറ്റ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൈഡുകളിലെ സെഷനായിരുന്നു ഇന്നും നെറ്റിൽ കാണാനുണ്ടായിരുന്നത്. 17,249 മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം 17,267 വരെ ഹൈ പോയി, തുടർന്ന് 17,259.4 മാർക്കറ്റ് ക്ലോസ് ആവുകയും ചെയ്തു. NTPC, ഏഷ്യർ മോട്ടോഴ്സ്, സി എൻ്റർടൈൻമെൻറ്റ്, ഹിൻഡാൽകോ, ബജാജ് ഓട്ടോ ഇവരായിരുന്നു നിഫ്റ്റിയിൽ ടോപ്പ് ഗെയിനറായിട്ട് പെർഫോം ചെയ്തത്. ഇനി നിഫ്റ്റിയുടെ ഒരു ചാർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഗ്യാപ്പ് അപ്പോഴുള്ള ഒരു ഓപ്പണിംഗ് ആയിരുന്നു ഏഷ്യൻ മാർക്കറ്റിൻ്റെ ട്രെൻഡിനെ ഫോളോ ചെയ്തുകൊണ്ട്. എന്നിരുന്നാലും പിന്നീട് തുടർന്നൊരു സൈഡ് വേ സെഷൻ ആയിരുന്നു ഇന്ന് മൊത്തം കാണാനായിട്ടുണ്ടായിരുന്നത്. ഡെയിലി ചാർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഇൻസൈഡ് ബാർ പോലത്തെ ഒരു പാറ്റേൺ ആണ് ഫോം ആയിരിക്കുന്നതാണ് അപ്ഡേറ്റുകളിൽ കണ്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കഴിഞ്ഞ ദിവസം ഫോം ചെയ്ത ആ ഒരു ബിയറിഷ് ക്യാൻഡലിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഇപ്പോഴും ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിഫ്റ്റിയിലൊരു വീക്കായിട്ടുള്ള ഒരു ട്രേഡിംഗ് ആയിരിക്കും വരും ദിവസങ്ങളിൽ കാണാനുള്ളത്. എന്നിരുന്നാലും ആ ഒരു 17,100 താഴേക്ക് ഇതുവരെ മാർക്കറ്റ് പോകുന്ന ലക്ഷണങ്ങളൊന്നും കാണുന്നില്ല. എന്നിരുന്നാലും നമുക്കൊരു മാർക്കറ്റിലൊരു ഡയറക്ഷൻ കിട്ടുന്നത് വരെ അടുത്തൊരു ക്ലൂ കിട്ടുന്നത് വരെ ഒന്ന് കോഷ്യസ് ആയിട്ടിരിക്കുന്നതായിരിക്കും ഈ ഒരു സമയത്ത് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒന്ന് നല്ലത്. ഇനി നമ്മൾ അടുത്തായിട്ട് ഇന്നത്തെ ഒരു ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ US മാർക്കറ്റിലേക്ക് ഇന്നലെ ഒരു 23 പോയിൻറ്റ്സ് ഡൗൺ ആയിരുന്നു നാസ്ഡാക്കിൽ റിപ്പോർട്ടായിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴും US മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ സ്റ്റിമുലസ് പാക്കേജിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതീക്ഷകളും അല്ലെങ്കിൽ ഒരു സംബന്ധിച്ചിടത്തോളം ഒരു ശുഭകരമായ സൂചനകളും ഇപ്പോഴും നമുക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അപ്പോൾ അതൊരു നല്ലൊരു പ്രതീക്ഷകൾ നൽകുന്ന അപ്ഡേറ്റുകളൊന്നും മാർക്കറ്റിൽ അടുത്തായിട്ട് കാണാനില്ല. ഇനി അടുത്തായിട്ട് യൂറോപ്യൻ മാർക്കറ്റിലേക്ക് വരുമ്പോഴും ഒരു സൈഡ് വേ സെഷനാണ് ഇന്ന് മൊത്തം കാണാനുള്ളത്. ഗ്രീനിലാണെങ്കിലും മൊത്തത്തിലൊരു സൈഡ് വേയിലാണ് മാർക്കറ്റുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏഷ്യൻ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഒരു മിക്സഡ് ട്രെൻഡുകൾ കണ്ടുകൊണ്ടിരിക്കുന്നു. നിഫ്റ്റി ഇപ്പം 4 പോയിൻറ്റ്സ് ഡൗണിൽ ട്രേഡ് ആവുന്നു. ഇനി ഗോൾഡിൻ്റെ പ്രൈസിൽ നിന്നൊരു വർധനവ് കാണുന്നുണ്ട് ഈ സമയത്ത്. അതുപോലെ തന്നെ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് ഇന്നൊരു ചെറിയൊരു വർധനവ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. കാരണം ചൈന വീണ്ടും US ക്രൂഡിനെ വീണ്ടും ഇറക്കുമതി ചെയ്യാൻ പോകുന്ന ഈ വരുന്ന ഓഗസ്റ്റിലും സെപ്റ്റംബറിലും എന്ന രീതിയിൽ അപ്ഡേറ്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തതായിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റിയിലേക്ക് വരുമ്പോൾ FIIൻ്റെ ഭാഗത്തുനിന്ന് ഇന്നൊരു 332 കോടിയുടെ ഒരു നെറ്റ് പർച്ചേസ് ആണ് ക്യാഷ് മാർക്കറ്റിൽ ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തുനിന്ന് നോക്കുകയാണെങ്കിൽ 717 കോടിയുടെ ഒരു നെറ്റ് വിത്ഡ്രോവലാണ് ഇന്നും ക്യാഷ് മാർക്കറ്റിൽ വന്നിരിക്കുന്നത്. ഇനി രൂപയുടെ മൂല്യം ഡോളറിൻ്റെ അഗൈൻസ്റ്റ് ആയിട്ട് ഒരു ഫ്ലാറ്റ് എൻഡിങ് ആയിരുന്നു. 74.89 രൂപയുടെ മൂല്യം ട്രേഡ് ഉണ്ടായിരിക്കുന്നത്. അടുത്തായിട്ട് ഇന്നത്തെ ഹൈ വോളത്തിലുള്ള സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ലാർജ് ക്യാപ്പിൽ NTPC, ജിൻഡാൽ സ്റ്റീൽ ആൻഡ് പവർ, ഏഷ്യർ മോട്ടോഴ്സ്, ഹീറോ മോട്ടോർ കോർപ്പ് ഇങ്ങനെ കുറേ സ്റ്റോക്കുകൾ കാണുന്നുണ്ട്. അതിൽ തന്നെ നമ്മൾ കുറച്ച് സ്റ്റോക്കുകൾ എടുത്ത് അനലൈസ് ചെയ്യുകയാണെങ്കിൽ ആദ്യമേ തന്നെ ജസ്റ്റ് ഡയലിൻ്റെ ഒരു സ്റ്റോക്ക് നോക്കുകയാണെങ്കിൽ അതിലൊരു ബുള്ളിഷ് ട്രെൻഡാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. ഇതിൻ്റെ ഒരു പ്രീവിയസ് ഹൈഡ് അടുത്തേക്കൊക്കെ റീച്ച് ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതൊരു ബ്രേക്കൗട്ടൊക്കെ നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്ക് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ അടുത്തായിട്ട് സൺ TVയുടെ സ്റ്റോക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പ്രീവിയസ് ഹൈഡ് അടുത്താണ് ട്രേഡ് എൻഡായിരിക്കുന്നത്. അതിൽ നിന്നൊരു ബ്രേക്കൗട്ട് നടന്നുവെങ്കിലും ട്രേഡ് അതിന് മുകളിൽ എൻഡാകാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വരും ദിവസങ്ങളിൽ ഒരു ബ്രേക്കൗട്ട് നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്കിനെ കൺസിഡർ ചെയ്യാവുന്നതാണ്. അതുമാത്രമല്ല ബ്രോക്കറേജ് ഫേം CLSA ഇവർക്കൊരു ബൈ ടാർഗറ്റാണ് കൊടുത്തിരിക്കുന്നത്. 490 രൂപയാണ് ടാർഗറ്റ് പ്രൈസ് ആയിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഒരു ബ്രേക്കൗട്ട് ഇതിനുള്ള സാധ്യതകളുണ്ടോയെന്ന് ഈ ഒരു സ്റ്റോക്കിനെ നിങ്ങൾ ട്രാക്ക് ചെയ്യുക. ഇനി അതുപോലെ തന്നെ ടെക് മഹീന്ദ്രയുടെ സ്റ്റോക്ക് നോക്കുകയാണെങ്കിൽ അതിലും ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു സിഗ്നലുകളാണ് കാണാനുള്ളത്. പ്രീവിയസ് ഹൈയിൽ നിന്ന് ഒരു ബ്രേക്കൗട്ടുകൾ നടന്നിട്ടുണ്ട് ഇന്ന്. അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു അപ് ട്രെൻഡിനുള്ള ചാൻസസ് ഈ ഒരു സ്റ്റോക്കിൽ നിലനിൽക്കുന്നു. ഇനി നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ കുറച്ച് സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ IDFC ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കണ്ടതായിരുന്നു ഒരു ഡോജി പാറ്റേൺ ഫോം ചെയ്ത് അതൊരു റിവേഴ്സലിനുള്ള സാധ്യതകൾ ഇട്ടു എന്ന് കഴിഞ്ഞ ദിവസം. അപ്പോൾ ഇന്നും അതിൻ്റെ ഒരു കൺഫർമേഷൻ വന്നിരിക്കുകയാണ്. വീണ്ടും ഒരു ഡൗൺ സൈഡിലേക്കാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അടുത്തൊരു സപ്പോർട്ടായിട്ട് 26 രൂപ 10 പൈസ റേഞ്ചിലാണ് അടുത്തൊരു സപ്പോർട്ടുകൾ നിലനിൽക്കുന്നത്. അപ്പോൾ അതും ഒരു ഡൗൺ ട്രെൻഡിനുള്ള ചാൻസസ് ആണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഹിന്ദുസ്ഥാൻ സിങ്കിലും നമുക്കിപ്പോൾ ഒരു ഡൗൺ ട്രെൻഡിനുള്ള ചാൻസസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കഴിഞ്ഞ ഒരു ദിവസത്തെ ആ ഒരു പാറ്റേണിൻ്റെ ഉള്ളിൽ തന്നെ ഇപ്പോൾ ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. നല്ലൊരു ഡൗൺ സൈഡിലേക്കാണ് അതിൻ്റെ ട്രെൻഡും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് HCL ടെക്നോളജീസിലേക്ക് വരുമ്പോൾ ആ ഒരു സ്റ്റോക്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ബിയറിഷ് ക്യാൻഡിലായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. ഇന്നും അതിൻ്റെ ഉള്ളിലാണ് ട്രേഡ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അടുത്തൊരു അപ്സൈഡിനുള്ളൊരു ചാൻസസ് കാണുന്നില്ല. ഇതിൽ നിന്നൊരു ബ്രേക്കൗട്ട് അതായത് ഏകദേശം 728 മുകളിലൊരു ബ്രേക്കൗട്ടുകൾ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു അപ് ട്രെൻഡിനുള്ള ചാൻസസ് നിലനിൽക്കുന്നുണ്ട്. ഇനി നമ്മൾ പറഞ്ഞായിരുന്നു NIITയിൽ കഴിഞ്ഞ ദിവസം ഒരു ബ്രേക്കൗട്ട് നടന്നു. അതുകൊണ്ട് തന്നെ ഒരു അപ് ട്രെൻഡിനുള്ള ചാൻസസ് നിലനിൽക്കുന്നു എന്നുള്ളത്. പക്ഷേ ഇന്ന് നോക്കുകയാണെങ്കിൽ ആ ഒരു ബ്രേക്കൗട്ട് നടന്നിരുന്നുവെങ്കിലും പിന്നീട് തിരിച്ച് റിവേഴ്സൽ ഉണ്ടാവുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ആ ഒരു ട്രേഡിങ്ങുള്ള പോസിബിലിറ്റി ഇന്ന് ഈ ഒരു സ്റ്റോക്കിൽ നമ്മൾ കണ്ടെത്താൻ സാധിച്ചെന്ന് വരത്തില്ല. എന്നിരുന്നാലും ബാക്കിയുള്ള കുറച്ച് സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ പോളിക്യാബ് അത് നോക്കുകയാണെങ്കിൽ അതിൽ ഒരു ബ്രേക്കൗട്ട് നടന്നിട്ടുണ്ടായിരുന്നു ഇന്ന്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ആ ഒരു ബ്രേക്കൗട്ട് ആ ഒരു ഹൈ ലെവലിൽ നിന്ന് ബ്രേക്കൗട്ട് നടന്നാണ് ഇന്ന് സ്റ്റോക്ക് എൻഡായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു അപ് ട്രെൻഡിനുള്ള ചാൻസസ് ഈ ഒരു സ്റ്റോക്കിലും നിലനിൽക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ JSW സ്റ്റീൽ നമ്മൾ പറഞ്ഞിരുന്നത് കഴിഞ്ഞത് കുറേ ദിവസങ്ങളിലായിട്ട് ഒരു അപ് ട്രെൻഡുകളിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഇന്ന് നോക്കുകയാണെങ്കിൽ അത് ഒരു അപ് ട്രെൻഡിൽ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. ഒരു അപ് ട്രെൻഡിലാണ് ഇന്നും ഒരു സൂചനയുടെ സാധ്യതകളാണ് ഇന്ന് തരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് സ്റ്റോക്കിൽ നിന്ന് ട്രാക്ക് ചെയ്യുക. ഇനി അതുപോലെ തന്നെ ബജാജ് ഇലക്ട്രിക്കൽസിലേക്ക് വരുമ്പോൾ ആ ഒരു സ്റ്റോക്കിലും നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ബ്രേക്കൗട്ടിൻ്റെ ഒരു ചാൻസസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
ഇന്നും ഒരു ബ്രേക്കൗട്ട് നടന്നിട്ടുണ്ട് ഈ ഒരു സ്റ്റോക്കിലും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്കിൽ നിന്ന് കൺസിഡർ ചെയ്യുക. ഒരു ബ്രേക്കൗട്ട് നടന്നിരിക്കുന്നു, അപ്പോൾ ഒരു അപ് ട്രെൻഡിനുള്ള ചാൻസസ് ഈ ഒരു സ്റ്റോക്കിൽ നിലനിൽക്കുന്നുണ്ട്. അത് മാത്രമല്ല ട്രേഡഡ് വോളിയം നല്ല ഹൈ വോളിയത്തിലാണ് ട്രേഡ് ആയിരിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ സ്റ്റോക്കുകളൊക്കെ നിങ്ങളൊന്ന് അനലൈസ് ചെയ്യുക. ഇനി അടുത്തിട്ട് പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു കഴിഞ്ഞ കുറേ മാസങ്ങളിലെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡാറ്റ നോക്കുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ മാസങ്ങളിൽ, അതായത് മാർച്ച് മുതൽ ഏപ്രിൽ മെയ് വരെ മാസമൊക്കെ നോക്കുകയാണെങ്കിൽ നല്ലൊരു വിത്ഡ്രോവൽ ആയിരുന്നു ക്യാഷ് മാർക്കറ്റിലുണ്ടായിരുന്നത്. വീണ്ടും ഈ ഒരു ജൂൺ ഓഗസ്റ്റ് ഒക്കെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു പഴയൊരു ഇവരുടെ ലെവലിലേക്ക്, ഇതിനു മുമ്പുള്ള കൊറോണയ്ക്ക് മുമ്പുള്ള ഒരു ലെവലിലേക്ക് ഇവരുടെ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ആ ഒരു ഡാറ്റ എത്തിയിരിക്കുന്നു, നോർമലൈസേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന രീതിയിൽ അപ്ഡേറ്റുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വീണ്ടും ഒരു നല്ല ലക്ഷണങ്ങളാണ് ഇതൊരു മാർക്കറ്റിന് തരുന്നത്. ഇനി അടുത്തതായിട്ട് ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് മീഡിയകളിൽ വന്നൊരു ന്യൂസ് ആയിരുന്നു, അവർ ജാഗർ ലാൻഡ് റോവറിലുള്ള സ്റ്റേക്കുകൾ മുഴുവൻ വിൽക്കാൻ പോകുന്നു എന്നുള്ളത്. പക്ഷേ അതിനെ സംബന്ധിച്ചിടത്തോളം ടാറ്റ മോട്ടോഴ്സ് ക്ലാരിഫിക്കേഷൻ കൊടുത്തു. അതായത് ഇങ്ങനത്തെ ഒരു ഡിസിഷനോ അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു തീരുമാനങ്ങളൊന്നും ഇതുവരെ എടുത്തിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ ഇതെല്ലാം ഒരു ഫേക്കായിട്ടുള്ള വാർത്തകൾ എന്ന രീതിയിലാണ് അവർ ക്ലാരിഫിക്കേഷൻ കൊടുത്തിരിക്കുന്നത്. അതുമാത്രമല്ല HDFC ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഇതേപോലെ ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. US നിന്നുള്ള ലോ ഫേം ഇവർക്ക് അഗേൻസ്റ്റായിട്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ ആരംഭിച്ചിരിക്കുന്നു. അപ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളം HDFC ക്ലാരിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഡിസിഷൻസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ആക്ഷൻ ഇതുവരെ ഒന്നും നടന്നിട്ടില്ല. അപ്പോൾ ഇതിനെ സംബന്ധിച്ചിടത്തോളം അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിലാണ് അപ്ഡേറ്റുകളിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഡാറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ഈ ജൂലൈ മാസം മ്യൂച്വൽ ഫണ്ട്സ് കൂടുതൽ എൻട്രി കൊടുത്തതും അതുപോലെ തന്നെ എക്സിറ്റ് ആയതുമായ കുറച്ച് സ്റ്റോക്കുകളാണ്. അപ്പോൾ അതിൽ തന്നെ മ്യൂച്വൽ ഫണ്ട്സിൻ്റെ ടോപ്പ് ബൈയിങ്ങിലുള്ള സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ പിരമാൽ എൻ്റർപ്രൈസസ്, UPL, JSW സ്റ്റീൽ, NMDC, പെട്രോനെറ്റ്. അതുപോലെ തന്നെ മിഡ് ക്യാപ്പിലേക്ക് വരുമ്പോൾ യെസ് ബാങ്ക്, ഗ്ലെൻമാർക്ക്, മൈൻട്രി, PI ഇൻഡസ്ട്രീസ്, PVR. അതുപോലെ തന്നെ സ്മോൾ ക്യാപ്പിൽ KRBL, ഇന്ത്യ മാർട്ട്, അരവിന്ദ് ഫാഷൻസ്, എഡ്പാരി, ടീം ലീസ് സർവീസ്, ഇങ്ങനെ കുറേ സ്റ്റോക്കുകളുണ്ട്. അതുപോലെ തന്നെ എക്സിറ്റ് അവർ നടത്തിയ സ്റ്റോക്കുകളും ഈ ഒരു ലിസ്റ്റിൽ കാണുന്നുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് അനലൈസ് ചെയ്യുക ഈ ഒരു സ്റ്റോക്കുകളെല്ലാം. എന്നിട്ട് നിങ്ങൾക്കും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പോസിബിലിറ്റി കണ്ടെത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്കുകൾ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇനി അടുത്തായിട്ട് ഈ ഒരു Q1 റിസൾട്ട്സ് വന്ന കമ്പനികൾ നോക്കുകയാണെങ്കിൽ ഗ്ലെൻമാർക്കിൻ്റെ Q1 റിസൾട്ട്സിലേക്ക് വരുമ്പോൾ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു റവന്യൂ ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്നാലും നെറ്റ് പ്രോഫിറ്റിൽ 2 മടങ്ങിലധികം വർധന ഉണ്ടായതായിട്ടും കാണിക്കുന്നു. ഇനി ഓരോ റീജിയൻ വൈസ് ബിസിനസ് നോക്കുകയാണെങ്കിൽ ഇന്ത്യ, യൂറോപ്പ്, US ഈ റീജിയനിലെല്ലാം തന്നെ റവന്യൂവിൽ വർധനമാണ് അവർക്കുണ്ടായിരിക്കുന്നത്. റെസ്റ്റ് ഓഫ് ദ വേൾഡ് ബിസിനസ് നോക്കുകയാണെങ്കിൽ അതിൽ 18% ഡിക്ലൈനും ഉണ്ടായതായിട്ട് കാണിച്ചിരിക്കുന്നു. ഇനി അടുത്തതായിട്ട് സൺ ടിവിയുടെ Q1 റിസൾട്ട്സ് നോക്കുമ്പോൾ റവന്യൂവിൽ 44.9% ഡിക്ലൈനും നെറ്റ് പ്രോഫിറ്റിൽ 33% ഡിക്ലൈനുമാണ് ഉണ്ടായിരിക്കുന്നത്. എന്നിരുന്നാലും സബ്സ്ക്രിപ്ഷൻ റവന്യൂവിൽ 18% വർധനവും അവർക്കുണ്ടായിട്ടുണ്ട്. അത് ബ്രോക്കറേജ് ഫേം നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞ ന്യൂസ് ആയിരുന്നു. അവർക്ക് ഒരു ബൈ ടാർഗറ്റാണ് കൊടുത്തിരിക്കുന്നത്, 490 രൂപ പ്രൈസ് ടാർഗറ്റായിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നു. ഇനി അടുത്തായിട്ട് ബർജർ പെയിൻസിൻ്റെ Q1 റിസൾട്ട്സിലേക്ക് വരുമ്പോൾ റവന്യൂവിൽ 45.8% ഡിക്ലൈനും നെറ്റ് പ്രോഫിറ്റിൽ 91% ഡിക്ലൈനുമാണ് അവർക്കുണ്ടായിരിക്കുന്നത്. അടുത്തതായിട്ട് ദിലീപ് ബിൽക്കോണിൻ്റെ Q1 റിസൾട്ട് നോക്കുമ്പോൾ റവന്യൂവിൽ 13% ഡിക്ലൈനും നെറ്റ് പ്രോഫിറ്റിൽ 73.6% ഡിക്ലൈനുമാണ് ഉണ്ടായിരിക്കുന്നത്. എന്നിരുന്നാലും ഈ ഒരു ക്വാർട്ടറിൽ അവർക്ക് റെക്കോർഡായിട്ടുള്ള ഒരു ഓർഡേഴ്സാണ് വിൻ ചെയ്തിരിക്കുന്നതെന്നാണ് കാണിച്ചിരിക്കുന്നത്. 10,732 കോടി വർത്ത് ചെയ്യുന്ന ഓർഡറുകൾ ടോട്ടലായിട്ട് അവർ 5 സ്റ്റേറ്റുകളിൽ നിന്ന് വിൻ ചെയ്തിരിക്കുന്ന രീതിയിൽ അപ്ഡേറ്റുകൾ കൊടുത്തിരിക്കുന്നു. ഇനി അടുത്തതായിട്ട് ആർത്തി ട്രക്സിൻ്റെ അപ്ഡേറ്റുകളിലേക്ക് വരുമ്പോൾ അവർ ഈ ഓഗസ്റ്റ് 20-ാം തീയതി നടക്കാൻ പോകുന്ന ബോർഡ് മീറ്റിങ്ങിൽ ഒരു ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കുന്നതായിട്ട് അപ്ഡേറ്റുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ന്യൂസിനെ തുടർന്ന് സ്റ്റോക്ക് നല്ലൊരു അപ് ട്രെൻഡിലാണ് ഇന്ന് പോയിട്ടുണ്ടായിരുന്നത്. ഇനി അതുപോലെ തന്നെ ബ്രിട്ടാനിയ അവർ 83 രൂപ പെർ ഷെയറിൽ ഇൻറ്റീരിയം ഡിവിഡൻ്റ് ആയിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതിനുള്ള റെക്കോർഡിംഗ് ഡേറ്റ് ആയിട്ട് ഓഗസ്റ്റ് 27 സെറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്തായിട്ട് PTC ഇൻഡസ്ട്രീസിലേക്ക് വരുമ്പോൾ അതിൽ മൂന്ന് ഫേമുകളിൽ നിന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. മോണ റസൽ മേത്തയുടെ അവരുടെ ഭാഗത്തു നിന്ന് 4.5 ലക്ഷം ഷെയർസിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റും അതുപോലെ തന്നെ വികാസ് കേമാനി ഏകദേശം 0.52% സ്റ്റേക്കും അതുപോലെ തന്നെ പൊറിഞ്ചു വെളിയത്ത് ഏകദേശം 0.52% സ്റ്റേക്കും അക്വയർ ചെയ്തിരിക്കുന്നു ഈ ഒരു സ്റ്റോക്കിൽ. അതുപോലെ തന്നെ പ്രഗതി ഇന്ത്യ ഫണ്ട്സ് ഏകദേശം 7.86 ലക്ഷം ഷെയർസ് വിൽക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാൽ ഈ ഒരു ന്യൂസുകളെ തുടർന്ന് ഇന്നൊരു അപ് ട്രെൻഡുകളിലേക്ക് ഈ സ്റ്റോക്കുകൾ പോയിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തതായിട്ട് ഓട്ടോ സ്റ്റോക്കുകളെ സംബന്ധിച്ചോളം മിക്ക അനലിസ്റ്റ് ഫേമുകളും ഒരു അപ് ട്രെൻഡിനുള്ള ചാൻസസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഒരു ഗോൾഡൻ ക്രോസ് നടന്നിരിക്കുന്നു എന്ന രീതിയിൽ അപ്ഡേറ്റുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഗോൾഡൻ ക്രോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 200 മൂവിങ് ആവറേജിനെ 50-ഡേ മൂവിങ് ആവറേജ് ബ്രേക്ക് ചെയ്ത് അപ് ട്രെൻഡിലേക്ക് പോവുക. അപ്പോൾ അതായത് വീണ്ടും ഒരു അപ് ട്രെൻഡിനുള്ള ചാൻസസ് ഓട്ടോ സ്റ്റോക്കിൽ നിലനിൽക്കുന്ന രീതിയിലാണ് അപ്ഡേറ്റുകളിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ഓട്ടോ സ്റ്റോക്സും നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി അടുത്തായിട്ട് AGR ഹിയറിംഗ് ഇന്ന് നടന്നിട്ടുണ്ടായിരുന്നു സുപ്രീം കോർട്ടിൽ. അപ്പോൾ അതിൽ നിന്ന് അപ്ഡേറ്റുകൾ നോക്കുമ്പോൾ ആദ്യമേ തന്നെ റിലയൻസ് കമ്മ്യൂണിക്കേഷനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്പെക്ട്രമാണ് ജിയോയും ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് ഈ ഒരു ജിയോനെ സംബന്ധിച്ചിടത്തോളം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു AGR ഡ്യൂസിൻ്റെ പേയ്മെൻറ്റ് ഭാഗമായിട്ട്. പക്ഷേ ജിയോൻ്റെ ഭാഗത്ത് നിന്ന് അപ്ഡേറ്റുകൾ നോക്കുമ്പോൾ അവർ റിലയൻസ് കമ്മ്യൂണിക്കേഷൻ്റെ AGR ഡ്യൂസിന് ഞങ്ങൾ ഉത്തരവാദികളല്ല എന്ന രീതിയിലാണ് അവർ ക്ലാരിഫിക്കേഷൻ കൊടുത്തിരിക്കുന്നത്. എന്നിരുന്നാലും ഇങ്ങനൊരു സ്പെക്ട്രം ഷെയറിംഗ് നടക്കുന്നത് കൊണ്ട് തന്നെ
സുപ്രീം കോടതി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് അഭിപ്രായം ചോദിച്ചിട്ടുണ്ട്. അതായത് ഇങ്ങനെ ഒരു സ്പെക്ട്രം ഷെയറിംഗ് നടക്കുന്നതിനെക്കുറിച്ചും അതുപോലെ തന്നെ ജിയോയുടെ ഭാഗത്തു നിന്നുള്ള അപ്ഡേറ്റുകളെക്കുറിച്ചും ഇങ്ങനെ എല്ലാം ഒരു ഗവൺമെൻറ്റിൻ്റെ ഒപ്പീനിയൻ എന്താണെന്ന രീതിയിൽ ഗവൺമെൻറ്റിനോട് സുപ്രീം കോടതി അഭിപ്രായങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഇനി അതുമാത്രമല്ല എയർടെൽ, വോഡാഫോൺ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്കാണ് ഏറ്റവും കൂടുതൽ ഡ്യൂസ് പേ ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിനു മുമ്പ് ഇവർ ഒരു ഘട്ടം ഘട്ടമായിട്ട് പേ ചെയ്യാനായിട്ട് ഏകദേശം 20 വർഷത്തെ ടൈം ഡ്യൂറേഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നും അവർ വീണ്ടും അത് റിവൈസ് ചെയ്ത് 15 വർഷത്തെ ടൈം ഫ്രെയിം ആക്കിയിട്ട് ഇപ്പോൾ സുപ്രീം കോടതിനോട് ചോദിച്ചിട്ടുമുണ്ട്. ഇനി അടുത്ത ഹിയറിംഗ് അവർ സുപ്രീം കോടതിയിൽ ഓഗസ്റ്റ് 19-ാം തീയതി, അതായത് മറ്റന്നാളാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നും കൂടുതൽ അപ്ഡേറ്റുകൾ മിക്കവാറും വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളും ഈ ഒരു ന്യൂസുകളെല്ലാം ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതായിരിക്കും ഇനി ടെലികോം സെക്ടറിലുള്ള സ്റ്റോക്കുകളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാന ഇമ്പാക്റ്റ് കൊടുക്കാൻ പോകുന്ന ന്യൂസ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ. ഇനി നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റോടായിട്ട് അറിയിക്കുക. പറഞ്ഞ സ്റ്റോക്കുകളൊക്കെ നിങ്ങളും ഒരു അനാലിസിസ് നടത്തിയതിന് ശേഷം എൻട്രി കൊടുക്കുന്നതിനെക്കുറിച്ച് ശ്രദ്ധിക്കുക. ഇനി അടുത്ത പുതിയ അപ്ഡേറ്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദിസ് ഈസ് ടോണി സൈനിങ് ഓഫ്.